CPM-ന്റെ ഒരു മാർച്ചുണ്ട് ED ഓഫീസിലേക്ക്. കൊടകര കുഴൽപ്പണക്കേസിൽ കള്ളക്കളി കളിക്കുന്നു എന്ന് ആരോപിച്ചുകൊണ്ടാണ് ഈ മാർച്ച് വരാൻ പോകുന്നത്. CPM അതിനെ വലിയ രാഷ്ട്രീയ വിഷയമായിട്ടാണ് പരിഗണിക്കുന്നത്. അലിയുണ്ട് നമുക്കൊപ്പം. അലി, ഇന്ന് ED ഓഫീസിലേക്ക് എപ്പോഴാണ് മാർച്ച് തീരുമാനിച്ചിരിക്കുന്നത്? ഒരു വലിയ ജനക്കൂട്ടത്തെ അണിനിരത്തിയായിരിക്കുമോ? ശക്തിപ്രകടനമായി മാറുമോ ED-യിലേക്കുള്ള മാർച്ച്? തീർച്ചയായും അരുൺകുമാർ, ഈ ED-യുടെ കുറ്റപത്രം, അതായത് ഈ കൊടകര കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് BJP-യിൽ ഇതിൽ പങ്കില്ല, ഇത് രാഷ്ട്രീയ പണമല്ല എന്ന് വ്യക്തമാക്കുന്ന നിലയിലുള്ള കുറ്റപത്രം ED കോടതിയിൽ സമർപ്പിച്ച ഘട്ടത്തിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട വലിയ രാഷ്ട്രീയ വിവാദങ്ങൾ ചൂടുപിടിക്കുകയാണ്, പ്രതിഷേധങ്ങൾക്ക് കോപ്പുകൂട്ടുകയാണ് CPM. എന്തായാലും അതുമായി ബന്ധപ്പെട്ട് വളരെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം തന്നെയാകും ഇന്ന് കൊച്ചിയിൽ നിന്നും പുറത്തു വരാനുണ്ടാവുക. രാവിലെ 10 മണിക്കാണ് ED ആസ്ഥാനത്തേക്ക് CPM-ന്റെ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചിരിക്കുന്നത്. BJP-യെ വെള്ളപൂശിക്കൊണ്ടുള്ള കുറ്റപത്രമാണ് ED സമർപ്പിച്ചത്. ഇതിനെതിരെയാണ് ഇന്നത്തെ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചിരിക്കുന്നത്. നേരത്തെ പോലീസ് ഈ കേസുമായി ബന്ധപ്പെട്ട് നടത്തിയ കണ്ടെത്തലുകൾ, അതായത് ഇത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് BJP-ക്ക് വേണ്ടി വന്ന പണമാണ്, കർണാടകയിൽ നിന്നും ഒഴുകിയ പണം പിന്നീട് കൊടകരയിൽ വെച്ച് കൊള്ളയടിക്കപ്പെടുകയായിരുന്നു എന്ന നിലയിലുള്ള എല്ലാ കണ്ടെത്തലുകളെയും പൂർണ്ണമായും റദ്ദ് ചെയ്യുന്ന നിലയിലാണ് ED കോടതിയിൽ PMLA കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന ഈ കുറ്റപത്രം വ്യക്തമാക്കുന്നത്. അതേസമയം ഈ BJP-യുടെ ഓഫീസ് സെക്രട്ടറി ആയിരുന്ന തിരൂർ സതീശ് മാധ്യമങ്ങൾക്ക് മുന്നിൽ നടത്തിയ വെളിപ്പെടുത്തലുകളെല്ലാം നിലനിൽക്കുകയാണ്. ഇതിനെല്ലാം പാടെ റദ്ദ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു കുറ്റപത്രം, പൂർണ്ണമായും BJP-യെ ഇവിടെ ക്ലീൻ ചിറ്റ് കൊടുത്തുകൊണ്ടുള്ള ഒരു കുറ്റപത്രം ED കോടതിയിൽ സമർപ്പിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ വിവാദങ്ങൾ ചൂടുപിടിക്കുകയാണ്. സംസ്ഥാന വ്യാപകമായിട്ടുള്ള പ്രതിഷേധങ്ങൾക്ക് തന്നെയാണ് CPM കോപ്പുകൂട്ടുന്നത്. ഇതിന്റെ തുടക്കമായി തന്നെ വേണം ഇന്ന് കൊച്ചിയിലെ ED ആസ്ഥാനത്തേക്ക് നടക്കുന്ന മുനമ്പത്തിന്റെ വാർത്ത കൂടി ഒന്ന് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ തോന്നുന്നു. അലി, ഇന്നിപ്പം മുനമ്പത്തെ വിഷയത്തിൽ സർക്കാർ അപ്പീൽ പോയിട്ടുണ്ട്. ഡിവിഷൻ ബെഞ്ചിന്റെ അപ്പീൽ ഇന്ന് കേൾക്കൂല്ലേ? തീർച്ചയായും വരും. ഈ പറഞ്ഞതുപോലെ മുനമ്പത്ത് ഇത്രയും നാൾ സമരം തുടരുന്ന ജനതയ്ക്ക് ചെറിയൊരു ആശ്വാസമായിരുന്നു ജുഡീഷ്യൽ കമ്മീഷനെ സർക്കാർ നിയോഗിച്ചു എന്നുള്ളത്. പക്ഷേ ആ കമ്മീഷന്റെ പ്രവർത്തനം ഹൈക്കോടതി റദ്ദ് ചെയ്തതോടുകൂടി വലിയ നിലയിലുള്ള പ്രതിഷേധത്തിലേക്ക് കടക്കുകയാണ് മുനമ്പം ജനത. ആ ഘട്ടത്തിലാണ് സർക്കാരിന്റെ അപ്പീൽ ഇന്ന് ഹൈക്കോടതിയിൽ എത്തുന്നത്. എന്ത് നിലപാടായിരിക്കും ഹൈക്കോടതി ഈ അപ്പീലിൽ സ്വീകരിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പീൽ ഫയലിൽ സ്വീകരിക്കുകയാണ് എങ്കിൽ ഈ വഖഫ് സംരക്ഷണ വേദി ഉൾപ്പെടെയുള്ള എതിർ കക്ഷികൾക്ക് നോട്ടീസ് നൽകുന്ന സാഹചര്യം ഉണ്ടാകും. ഇല്ല എങ്കിൽ മുനമ്പം ജനത ഇപ്പോൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സംസ്ഥാന വ്യാപകമായ വലിയ പ്രതിഷേധങ്ങളിലേക്ക് അവർ കടക്കുന്ന സാഹചര്യവും ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഇന്ന് കൊച്ചിയിൽ നിന്ന് പുറത്തുവരാൻ വളരെ പ്രധാനപ്പെട്ട വാർത്തകളിൽ ഒന്ന് തന്നെയാണ് മുനമ്പം വിഷയവുമായി ബന്ധപ്പെട്ട് സർക്കാർ സമർപ്പിച്ചിരിക്കുന്ന അപ്പീലിലെ ഹൈക്കോടതിയുടെ